ഞാൻ ചോദിക്കുന്നത് എതിരാളികൾക്ക് അടിക്കാൻ പാകത്തിനൊരു വടി കൊണ്ടുപോയി കൊടുക്കാനുള്ള അത്രയും ലാഘവ ബുദ്ധിയാണോ CPM സംസ്ഥാന സെക്രട്ടറി കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അവധാനതയോടുകൂടി രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയത്ത് അനായാസം അപ്പുറത്തെ പോസ്റ്റിൽ ഗോളടിക്കാൻ പാകത്തിനൊരു പന്ത് കൊണ്ട് വെച്ചു കൊടുക്കുകയായിരുന്നില്ലേ ചെയ്തത് അദ്ദേഹം? അല്ല, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അങ്ങനൊരു പന്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ചങ്കത്ത് നിന്ന് കൊള്ളുന്നത്, അവരുടെ ഗോൾ പോസ്റ്റ് കയറുന്നത്? എണ്ണി മുഖ്യമന്ത്രി പറഞ്ഞത് നാട്ടിലെ ആളുകൾക്ക് മറന്നു പോകുന്ന കാര്യമാണോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് തന്നെ ഒരു ദൃശ്യം നിങ്ങൾ നോക്കൂ. എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം? CPM-നകത്തൊരു ചർച്ചയുണ്ടായി. ആ ചർച്ച നടക്കുന്ന അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ ഉണ്ടായി ഒരു 4-5 മാസക്കാലം കഴിയുമ്പോൾ പാർട്ടിക്കകത്തൊരു ചർച്ച നടന്നു. ഇനി ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. പാർട്ടിയുടെ പ്രമുഖ നേതാക്കളടക്കം ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നു. ഇന്ദിരാഗാന്ധിയാണെങ്കിൽ സാർവദേശീയ തലത്തിൽ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നു. ആ അമിതാധികാര വാഴ്ചയിൽ നിന്നും വളരെ വേഗം കുതിറിമാറാനാവില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പൊന്നും ഉടനെ ഉണ്ടാവില്ല. അത്തരമൊരു സന്ദർഭത്തിൽ എന്ത് വേണം? ബീഹാറിൽ JP പ്രസ്ഥാനം ഉയർന്നു വന്നു. ഞങ്ങൾ അതിനോട് സഹകരിക്കണമോ വേണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. ബീഹാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു സഹകരിക്കാൻ പാടില്ല. CPM ആദ്യം ഒരു പൊസിഷൻ എടുത്തു, സഹകരിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പൊന്നും അടിയന്തരാവസ്ഥ കാലത്ത് ചർച്ചയില്ല. ഇന്ന് തന്നെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുന്ദരിയുടെ കത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്താണ്? ഈ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി യോജിച്ച പോരാട്ടം വേണോ വേണ്ടയോ, വെദർ എനി ജോയിന്റ് ആക്ഷൻ ടു ബി റിക്വയർഡ്, 8-10 കാര്യങ്ങൾ ആ കത്തിൽ പറയുന്നു. അനിൽകുമാർ, ഞാൻ ഇതിന്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് വരാം, ജനതാ പാർട്ടി പരീക്ഷണത്തിലേക്കൊക്കെ വരാം. പക്ഷെ എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരാഴ്ച കിട്ടിയെന്ന് വിചാരിക്കട്ടെ, ഈ ജനങ്ങളെ മുഴുവൻ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ് എടുത്ത് അന്ന് ജനതാ പാർട്ടി രൂപീകരിച്ചത് ഇങ്ങനെയാണ്, ജനതാ പാർട്ടിയിൽ ഇന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, അതിൽ മതേതരർ ഇത്ര, വർഗീയവാദികൾ ഇത്ര, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സമീപനം, ഇതൊക്കെ പറയാൻ ഒറ്റ വാചകത്തിന്റെ പ്രഹരശേഷിയിൽ അതെല്ലാം ഇല്ലാതാവില്ലേ? RSS-ഉമായി ഞങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ട ആളാണോ CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യം. അതെ, RSS-ഉമായി ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഘട്ടം എല്ലാവരും ജയിലിൽ കിടക്കുകയാണ്. നിങ്ങൾ ജയിലിൽ തള്ളി തുറക്കണം. അപ്പോൾ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടെ ജയിലിൻ്റെ വാതിൽ തള്ളും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. AK ആന്റണി പോയിട്ട് ഗുവാഹത്തി കോൺഗ്രസിനകത്ത് എന്താ പറഞ്ഞത്? ആന്റണി ജയിലിൽ പോയില്ല, പക്ഷെ കോൺഗ്രസ്സുകാരടക്കം ഇന്ത്യ രാജ്യം ജയിലിൽ പോയി. അത്തരമൊരു ഘട്ടത്തിൽ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടെ ആദ്യം ആലോചിക്കുന്ന ജയിലിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിനെ കുറിച്ചാണ്. ആ പുറത്തു കിടന്ന ആദ്യഘട്ടത്തിൽ തന്നെ, ജനതാ പാർട്ടി അധികാരത്തിലേറിയ ആദ്യഘട്ടത്തിൽ തന്നെ 1979 ജൂലൈ മാസത്തിൽ ഈ ജനതാ പാർട്ടിക്കകത്ത് RSS-ഉമായി ബന്ധപ്പെട്ട തർക്കം വന്നു. അവിടെയാണ് CPM-ൻ്റെ ക്ലാരിറ്റി. ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണ്? ആ ജൂലൈ പ്രതിസന്ധി എന്ന് വിളിക്കപ്പെടുന്ന ആ തർക്കത്തിനകത്ത് ചരൺ സിംഗിനോടൊപ്പമായിരുന്നു CPM. എന്തുകൊണ്ട്? മൊറാർജി ദേശായി അടങ്ങുന്ന ജനസംഘത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു സംഘത്തോടൊപ്പം CPM നിന്നില്ല. പക്ഷെ കേരളത്തിനകത്ത് ആ ജനസംഘത്തോടൊപ്പമോ ജനതാ പാർട്ടിക്കൊപ്പം നിന്നത് ഈ കോൺഗ്രസ്സാണ്. അപ്പോൾ ചരിത്രം പറഞ്ഞാൽ ഉടനെ ഞങ്ങളാരും ഭസ്മീകരിക്കപ്പെടുകയല്ല, ഞങ്ങളാരും തകർക്കപ്പെടുകയല്ല, ഇത് പറയാൻ്റെ അവസരം കിട്ടിയെന്നുള്ളത് കുറ്റമുള്ള കാര്യമാണോ? ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളിത് പറഞ്ഞാൽ ഉടനെ എന്താണ്, ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ? ഇവിടെ 1980 തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ആന്റണി കരുണാകരനെതിരെ ഇവിടെ മത്സരിച്ചത്, ഞങ്ങളുടെ കൂടൊപ്പം വന്ന് മത്സരിച്ചത്? ആ മുന്നണി ഉണ്ടായത് എങ്ങനെയാണ്? കരുണാകരൻ കൂട്ടരും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കക്ഷികളും ലീഗും എല്ലാം കൂടി അപ്പുറത്ത് RSS-ൻ്റെ കൂടെ മുന്നണിയായി. ആന്റണി RSS-നെതിരായി ഞങ്ങളുടെ കൂടെ മുന്നണിയായി. ആന്റണി കോൺഗ്രസ് ഉണ്ടാകാൻ തന്നെ കാരണം RSS-നെതിരായ ഒരു യുദ്ധമാണ്. അതാണ് ചരിത്രപരമായി, അതാണ് AK ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്താൽ ഉടനെ ഞങ്ങളാണോ തകരുന്നത്, കോൺഗ്രസ് ആണോ തകരുന്നത്? നമ്മുടെ കൺമുമ്പിലൂടെ ദൃശ്യം കൂടെ കണ്ടുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ല, ജോയിന്റ് ആക്ഷനുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ നിലമ്പൂർ പ്രചരണമെല്ലാം അവസാന ശേഷം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച ആരാന്ന് എല്ലാവർക്കും അറിയാം. അവിടെ BJP-യും പ്രതിപക്ഷ നേതാവും വേദി പങ്കിടുന്നു. എന്താ പ്രശ്നം? എന്താണ്? ആശാപ്രവർത്തകരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്രത്തിൻ്റെതാണ്. ആ കേന്ദ്രത്തിൻ്റെ നയം എന്ന് പറയുന്നതാണ് ആശാപ്രവർത്തകർക്ക് ഇന്ന് നിഷേധിക്കപ്പെടുന്നത്. ജൂലൈ 9 ഈ വിഷയം അടക്കം ദേശീയ പണിമുടക്കാണ്. അതിൽ INTUC ഉണ്ട്. ആ INTUC കേരളത്തിൽ CATU-നോടൊപ്പം സമരത്തിന് വരില്ല, AITUC-ക്കൊപ്പം സമരത്തിന് വരില്ല, പക്ഷെ BJP-ക്കൊപ്പം സമരത്തിനാകാം. എന്ത്? ഇവിടെ അടിയന്തരാവസ്ഥയുണ്ടോ?
ഇതൊക്കെ നാട്ടുകാരോട് ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് തല പൂഴ്ത്തുകയല്ല. ഈ ചരിത്രത്തിനകത്ത് പ്രതിക്കൂട്ടിലാണ് കോൺഗ്രസ്. അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയതിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ്. ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തിരിച്ചു വരാൻ, ആ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ RSS തോൾപ്പലക ചാർത്തി കൊടുത്തു എന്നുള്ളതിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ്. തീർന്നില്ല, ലാസ്റ്റ് വാചകം പറയാം. 1984 സിഖ് വിരുദ്ധ കലാപം, ഒരു വാക്കൂടെ 1984 സിഖ് വിരുദ്ധ കലാപം. സിഖ് വിരുദ്ധ കലാപം ഇല്ലെങ്കിൽ രാജീവ് ഗാന്ധിക്ക് ഭൂരിപക്ഷം കിട്ടുമോ? സിഖ് വിരുദ്ധ കലാപം നടക്കുമ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് 2 സീറ്റ്. സിഖുകാർക്കെതിരെ ഹിന്ദുവിന്റെ ഐക്യം, അതിന്റെ ഭാഗമായി RSS സ്പോൺസർ ചെയ്തിട്ടാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് സിഖ് വിരുദ്ധ കലാപം സംഘടിപ്പിച്ചത്. 4000 പേരെ ചുട്ടുകൊന്നത്. ഞങ്ങൾ പറയുന്നത് കോൺഗ്രസുകാരെ സംബന്ധിച്ച് അത് തന്നെ ഞങ്ങൾ പറയാണ്. ചരിത്രം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയപ്പാടൊന്നുമില്ല, പതറാൻ ഒന്നുമില്ല എന്നുള്ളതാണ് CPM-ന്റെ വിശദീകരണം. ആവട്ടെ.